ഇതൊരു 47 ഏക്കർ സ്ഥലമാണ് കേട്ടോ. ഫുള്ള് റബ്ബറാണ്. ഈ ടാർ റോഡ് ഒരുപാട് കിലോമീറ്റർ കണക്കിന് ഫ്രണ്ടേജാണ്. കണ്ടമാനം മരങ്ങൾ, അതേപോലെ തേക്ക്, പ്ലാവ്, അതേപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന 1 വർഷം പ്രായമായ റബ്ബർ 1 വർഷമായിട്ടുള്ള വെട്ടി തുടങ്ങിയിട്ട്. കണ്ടമാനം ഈ ടാർട്ട് റോഡാണ് ഫ്രണ്ടേജ്. ഇതിലൊരു മരങ്ങൾ പറഞ്ഞാൽ മഹാഗണി മുതൽ എല്ലാവിധ മരങ്ങളും ഉണ്ട്. പ്ലാവുണ്ട് കേട്ടോ, മാവ്, പ്ലാവ്, നല്ല വണ്ണുള്ള തേക്കുകൾ ഉണ്ടോ. കണ്ടമാനം ഫ്രണ്ടേജാണിത്. ടാർട്ട് റോഡാണ്, എല്ലാ വണ്ടിയും വരും. ഇതാ 47 ഏക്കറിൽപ്പെട്ട റബ്ബറിൽപ്പെട്ട മരങ്ങളും അതിൽ 2 വീടുകളുണ്ട്, അടിപൊളി വീടുകൾ ഉണ്ടാവും. കണ്ടമാനം ഫ്രണ്ടേജ്. ഫ്രണ്ടേജ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ താഴത്തേക്ക് എത്തുന്നത് വരെ ഫ്രണ്ടേജ് ഇട്ട് കാണിച്ചു തരാം. ഇതിൽ എല്ലാവിധ മരങ്ങൾ, മാവുകൾ, പ്ലാവ്, അതേപോലെ തേക്ക്, നല്ല വണ്ണുള്ള സൈസുകൾ. 47 ഏക്കർ ഫുള്ള് സംഭവമാണ്. തേക്കൊക്കെ നല്ലൊരു വണ്ണുള്ള തേക്കാന്നറിയോ. അതൊക്കെ ഇത് അടിപൊളി തേക്കാടാണ്. പണിക്കാർക്കോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഓണർമാർ വരുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു വീട്. നല്ല കൂളിങ്ങുള്ള ഏരിയ. വലിയ വലിയ മരങ്ങളാണ്. ഇതിലത്തെ ഒരു വീടാണ്. ഇനി വേറെ വീട് അപ്പുറത്തുണ്ടായി കാണിക്കാം. ഇതിലൊക്കെ ബാക്കിലൊക്കെ നല്ല മരങ്ങളുണ്ട് കേട്ടോ. ഈ സൈഡിൽ കുറെ പാറയാണ്. എന്താ വ്യൂ എന്തൊക്കെ. അടിയിൽ കൂടെ റോഡ് ഇങ്ങനെ വരുന്നു, നല്ല വൃത്തിയായിട്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന എല്ലാ ഭാഗവും കാണും. കണ്ടോ റോഡ് അടിയിൽ കൂടെ വരുന്നുണ്ടോ. നല്ലൊരു തോട്ടാണ് റബ്ബർ തോട്ടം. ഇതിൻ്റെ ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും. അടിഭാഗത്തൂടെ റോഡ് കാണുന്നുണ്ടോ. ഒരുപാട് ഫ്രണ്ടേജായിട്ട് റോഡ് കിടക്കാണ്. ഒരു തേക്കിൻ്റെയൊക്കെ വണ്ണം കണ്ടോ. കണ്ടോ വേറെ തേക്കിൻ്റെ വണ്ണം കണ്ടോ. എന്താ വണ്ണം. ഇതാണല്ലോ നമ്മളെ ഈ മതിൽ മുതൽ, ഈ കരിങ്കല്ല് മതിൽ മുതൽ ഇങ്ങനെ കിടക്കാണ് സ്ഥലം.
ഈ റോഡിന് ഫ്രണ്ടേജ് ആയിട്ട് ഇതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാണ്. ഇത് ടാർട്ട് റോഡ് ഇതങ്ങനെ പോവാണ്. ഇതൊക്കെ ഒരു നല്ലൊരു സങ്കട മരം ഉണ്ട് കണ്ടോ. എന്തിയാതി വണ്ണുള്ള തേക്കും മരങ്ങളുമാണെന്നറിയോ. ഫ്രണ്ടാണ്. ഞാൻ ഇതാ കാണിച്ചുന്ന വീടാണ്. ഗേറ്റ് ആ ഒരുപാട് ഫ്രണ്ടേജാണ്. ഞാൻ ഈ റോഡ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടേ രണ്ട് വശമുണ്ട്. ഈ ഒരു സൈഡും ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ ഈ സൈഡും ഉണ്ട്. റോഡിൻ്റെ രണ്ട് വശമായിട്ടാണ് ഇവിടെ. നല്ല മരണ്ട് ഈ സംഭവം. ഇവിടെയൊക്കെ മഹാഗണി കണ്ട മരണ്ട് അല്ലേ. തേക്കൊക്കെ അത്യാവശ്യം മണ്ണല്ല. നല്ല മണ്ണുള്ളത് ഒരു 10-100 ഇഞ്ചൊക്കെ മണ്ണുള്ളുണ്ട് അല്ലേ. പിന്നെ ഏത് വണ്ടിയുണ്ട് വന്നിട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ഏത് ഭാഗത്തേക്കും വണ്ടിയുണ്ട് വരും. ഏത് വണ്ടിക്കും ത്രീ ഫേസ് ലൈനുണ്ട്. ഈ മറ്റേ റോഡിൻ്റെ അടിഭാഗം ഒരു 300-400 മീറ്ററിൻ്റെ അപ്പുറം വരെ ബസ് വന്ന് തിരിക്കുന്ന സ്ഥലമാണ്. ഇതാണ്. ഇതിൽ വേറൊരു വീടാണ് ഇത് കാണുന്നത് അല്ലേ. അതെ, ഈ വീട് ഇതിൽപ്പെട്ടതാണ്. ഇതിൽ താമസമൊക്കെ ഉണ്ട്. ഇതിൽ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഇതിനുള്ളിൽ കാണണം. ഇതാണ്. ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിയ വേറൊരു വീടുണ്ട്. ഞാൻ കാണിക്കാം. ഇവിടെയൊക്കെ നല്ല നിരന്ന ഭൂമി കേട്ടോ. കണ്ടോ കണ്ടോ. ഇത് ഇതിലത്തെ വീടാണ്. അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ഇതിൽ പിന്നെ തെങ്ങൊക്കെ കാണാണ്ട്. പുളിമരമാണിത്. എല്ലാവിധ ഭാഗം മരങ്ങളും ഉണ്ട് കേട്ടോ. നല്ലൊരു തോട്ടാണ്. ആവശ്യമുള്ളവർ വിളിച്ചോളി. ഇനി അത് ആ അറ്റത്ത് കാണുന്ന ആ വീട് ഇതിൽ തന്നെയാണ്. ഫ്രണ്ടേജ് റോഡിന്റെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളവിടെ വീട് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഇതാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ആ കാണുന്ന വീട്, ആ വീട് ഇതിലത്തേണ്. ഇതൊക്കെ റോഡിന്റെ ഫ്രണ്ടായിട്ട് കിടക്കുന്നതാണ്. കണ്ടോ, ഈ വീട് ഇതിലത്തേണ്. അപ്പൊ 3 വീടായില്ലേ. ഇതെല്ലാ സൗകര്യമുണ്ട്. ഇതെന്തായാലും തൊഴുത്താണ്. അപ്പുറത്ത് വീടുമാണ്.